Good morning, students. Let us learn maths. Last class we have learned number and number name. How will you write the number and number name from the abacus? Now let us learn the place value and face value of 4-digit numbers. You know that place value depends upon its place. What is the place of the digit in that number, and face value is the digit itself. Here there is a number 4938. First we know that the place value of 8 is in the place of ones, and 3 is in the place of tens, 9 is in the place of 100, and 4 is in the place of 1000. So what is the place value of 8? 8 itself, and face value also 8. Now the place value of 3. What is the place value of 3? 3 is in the place of 3. So we write as 310. That is 30. 310 is 30. So the place value of 3 in 4938 is 30, and face value is 3. Then place value of 9. 9 is the place of in the place of 100. That is 900. That is 900. What is the face value of 9? Face value of 9 is 9 itself. Then what is the place value of 4 in 4938? That is 4 is in the place of 1000. So we should write as 4000. And what is the face value of 4? Face value is the digit itself. So write as 4. Have you understood? Place value, face value. We last class number name, abacus number name എഴുതാനും number എഴുതാനും പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാ 4938 എന്ന് പറയുന്ന നമ്പർ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ 8 എന്ന് പറയുന്നത് വൺസ് പ്ലേസിലാണ്, 3 എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിലാണ്, 9 എന്ന് പറയുന്നത് 100 പ്ലേസിലാണ്, 4 1000ന്റെ പ്ലേസിലാണ്. അപ്പോൾ നോക്കിക്കേ, പ്ലേസ് വാല്യൂ ചോദിച്ചാൽ അത് ഏത് പ്ലേസിലാണോ വന്നിരിക്കുന്നത് ആ പ്ലേസ് ചേർത്താണ് നമ്മളിവിടെ എഴുതുന്നത്. 8 വൺസ് ആയതുകൊണ്ട് 8 എന്ന് തന്നെ എഴുതി. അപ്പോൾ വൺസ് പ്ലേസിൽ വരുന്ന ഒരു ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂ ഒന്ന് തന്നെയാണ്. അതായത് ഇവിടെ 8 ആയിരുന്നു, അവിടെയും ഫേസ് വാല്യൂ 8 തന്നെയായിരുന്നു. ഇനി അടുത്ത ഡിജിറ്റ് നമ്മൾ നോക്കിയാൽ 3 എന്ന് പറയുന്നത് 10th പ്ലേസിലായിരുന്നു. അപ്പോൾ 310 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 310 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 3 place value of 3 in 4938 is 30, and face value എന്ന് പറയുന്നത് 3 ഏത് പ്ലേസിൽ വന്നാലും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 3 തന്നെയായിരിക്കും. ഇനി അടുത്തത് 9 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 9 എന്ന് പറയുന്നത് 100 പ്ലേസിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ 900ന് പ്ലേസ് വാല്യൂ കൊടുത്തു. ഫേസ് വാല്യൂ 9 തന്നെയാണ്. 4938ൽ 4 എന്ന് പറയുന്നത് 1000 പ്ലേസിലായിരുന്നു. അപ്പോൾ പ്ലേസ് വാല്യൂ 4000, ഫേസ് വാല്യൂ അത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ ഓഫ് എ നമ്പർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലേസ് ഓഫ് ദാറ്റ് ഡിജിറ്റ് ഇൻ ദ നമ്പർ, ആൻഡ് ഫേസ് വാല്യൂ ഈസ് ദ ഡിജിറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, നെക്സ്റ്റ് expanded form and short form. Expanded form means how we represent the number as the sum of its places. Here 5435. So we should write this as the sum of 5000 plus 400 plus 30 plus 5. So first we should write 5, then you should count the digits after 5. 1, 2, 3. So place 1, 2, 3 zeros. That is 5000. Plus next 4. 400.
There is 2 digits after 4. So you should write 2 zeros. Next 3, 35. How will you split 35? 30 plus 5 ആണ് 35. അതുകൊണ്ട് നമ്മൾ 30 plus 5 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 5435 നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയത്. അപ്പോൾ 5000 plus 400 plus 30 plus 5 എന്ന് വന്നു. നെക്സ്റ്റ് 7039. അപ്പോൾ നമ്മളിവിടെ 7 എഴുതി 30 കൊടുത്തു. നെക്സ്റ്റ് 1000 പ്ലേസിൽ 0 ആയിരുന്നു. നമ്മളിവിടെ 0 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് 39 ആയിരുന്നു. 39നെ 30 plus 9 സ്പ്ലിറ്റ് ചെയ്യാം. നെക്സ്റ്റ് 8050. അപ്പോൾ ഇവിടെ 8000 എഴുതിയിട്ട് 30. ദെൻ നെക്സ്റ്റ് 0 ആണ്. അടുത്തത് 50 plus 0. You can write it also as 8000 plus 50. 8000 plus 50 എന്ന് എഴുതിയാലും ശരിയാണ്. ഇവിടെ 0 കൊടുക്കണമെന്നില്ല. ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാം. അതായത് ആ നമ്പറിനെ നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂസ് അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അതായത് നമ്മളിത് വായിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. 5435. 5000 എന്ന് പറയുമ്പോൾ 5000 പ്ലസ് പിന്നെ അതിനോട് എന്ത് വരുന്നുണ്ട് 400 പ്ലസ് 35 എന്ന് പറയുമ്പോൾ 30 പ്ലസ് 5. അപ്പോൾ 5435നെ 5000 പ്ലസ് 400 പ്ലസ് 30 പ്ലസ് 5 എന്ന് പറയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഷോർട്ട് ഫോം എഴുതുന്നത്. എക്സ്പാൻഡഡ് ഫോം തന്നിരിക്കും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം എഴുതണം. ഷോർട്ട് ഫോം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ പ്ലേസിലും ഡിജിറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 4000, 4 കഴിഞ്ഞിട്ട് 3 0 ഉണ്ട്. ഇവിടെ 6 കഴിഞ്ഞിട്ട് 2 zeros, 7 കഴിഞ്ഞിട്ട് 1 0 and 8. Then we should write as 4678. But here only 3 numbers, that is 7000 plus 300 plus 7. So 1000 is present, 100 is present, but 10 is not present. So you should write 0 in the place of 10. Then the answer will be 7300. 10 is absent, so place 0, then 7. That is 7307. Next is 3000 plus 100 is absent. So place here a 0. 3040 plus 2 42. 3042. Have you understood? ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും. ഷോർട്ട് ഫോം എന്താന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം തന്നിരിക്കും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ഫോം എഴുതണം. അപ്പോൾ ഈ പ്ലസ് ഇട്ട് തന്നിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും പ്ലേസസ് മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 4600, 1000 പ്ലേസ് ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, 10 ഉണ്ടായിരുന്നു, 8 ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പ്രസന്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഇവിടെ 4 എഴുതുക, 6 എഴുതുക, 7 എഴുതുക, 8 എഴുതുക, സീറോസ് കളയുക. നെക്സ്റ്റ് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ 7300, 1000 ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, പക്ഷെ 10ന്റെ പ്ലേസിൽ ഒന്നും പ്രസന്റ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 0 കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ 0 കൊടുക്കേണ്ട പ്ലേസ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വരുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ 7307. അതുപോലെ തന്നെയാണ് ഇവിടെ 3000 കഴിഞ്ഞിട്ട് 100 പ്ലേസ് ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ 0 കൊടുത്തു. ദെൻ 40 plus 2 42. ഇങ്ങനെയാണ് ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും എഴുതുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഫേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലേസ് ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ നമ്പർ ആൻഡ് ഫേസ് വാല്യൂ ഈസ് ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്. എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്, എക്സ്പാൻഡഡ് ഫോം ഈസ് ദ സം ഓഫ് പ്ലേസസ് ഓഫ് ദാറ്റ് നമ്പർ. ദെൻ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ആ എക്സ്പാൻഡഡ് ഫോമിനെ നമ്മൾ ന്യൂമറലായിട്ട് എഴുതുന്നതിനെയാണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് ഫോമിൽ നിന്ന് അതിൻ്റെ ന്യൂമറലിനെ കണ്ടെത്തുക, അതാണ് ഷോർട്ട് ഫോം. ഹാവ് യു അണ്ടർസ്റ്റുഡ്?